പ്രാധാന്യം കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ തമ്മിൽ തമ്മിൽ തിരിച്ചറിയുന്നു. അപ്പോൾ നമ്മൾ ഈ സംസ്കാരത്തിൻ്റെ ഒരു പാഠമായിട്ട് മനസ്സിലാക്കുന്നത് അറിവ് വെളിച്ചമാണ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ തമസോമാ ജ്യോതിർഗമയ എന്നൊക്കെ പറഞ്ഞത്. ഇരുട്ട് നീങ്ങി വെളിച്ചം വരട്ടെ, അസത്തോമാ സദ്ഗമയ, അസത്ത് നീങ്ങി സത്ത് വരട്ടെ, മൃത്യോർമാ അമൃതം ഗമയ, മരണം നീങ്ങി അമൃതത്വം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന അതാണ്. ജീവിതം നിസ്സാരമാണ്, നമുക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്കൊരു അമൃതത്വം വേണമെന്നുണ്ട്. എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എഴുത്തുകാർക്ക് മാത്രമൊന്നുമല്ല. ആളുകൾ വെയിറ്റ് ഷെഡിന് മുകളിലൊക്കെ പേരെഴുതി വയ്ക്കും, പുളിക്കപ്പറമ്പിൽ പാറുകുട്ടിയമ്മ വക. അപ്പോൾ പാറുകുട്ടിയമ്മ മരിച്ചാലും വെയിറ്റിംഗ് ഷെഡ് ഉള്ള കാലം വരെ പാറുകുട്ടിയമ്മയെ ആളുകൾ ഓർക്കും. ഇപ്പം ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ വീട്ടിൽ കൊണ്ടുവരുന്ന ഉരുളി ചരക്കൊക്കെ ഇല്ലേ, അതിൻ്റെ മുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും കക്കാട്ടുമനയ്ക്കൽ വാസുദേവൻ നമ്പൂതിരിയുടെ വക. ഒരു ഉരുളി വായിച്ചു നോക്കുമ്പോൾ പകരാവൂർ മനിക്കൽ നാരായണൻ നമ്പൂതിരിയുടെ പക എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. വകയുടെ വാല് നീണ്ടുപോയി. അപ്പോൾ ചിലപ്പോൾ പകയായിട്ടും അത് രേഖപ്പെടുത്തപ്പെടാം. ചിലത് രേഖപ്പെടുത്തിയത് വകയാക്കാനാണെങ്കിലും പിൽക്കാലത്ത് അത് പകയായിട്ടും വരും. അതുകൊണ്ടാണല്ലോ ഇപ്പം പലസ്തീനിൽ ആരോ രേഖപ്പെടുത്തിയത് ഇപ്പോൾ പകയായും വെറുപ്പായിട്ടും അനേകം കുട്ടികളെ കൊന്നെടുക്കുന്നു. 40കളിൽ അല്ല, 1-ാം ലോക മഹായുദ്ധകാലത്ത് ബ്രിട്ടൻ മോചിപ്പിച്ചെടുത്തൊരു ഭൂമി കുറേ ആളുകളെ കൊണ്ട് അവിടെ പാർപ്പിച്ച് പലസ്തീൻകാരുടെ സ്ഥലത്ത് ജൂതന്മാർക്കൊരു സ്നേഹഭവനം ഉണ്ടാക്കാൻ വേണ്ടി ബ്രിട്ടൻ ചെയ്തതാണ് 2-ാം ലോക മഹായുദ്ധത്തിൽ. ഇപ്പോൾ ഇരിക്കാൻ സ്ഥലം കൊടുത്ത ആളുകൾ കിടന്നു. ഇപ്പം പലസ്തീൻകാർക്ക് അവിടെ ജീവിക്കാൻ പറ്റാതെയായി. ഇപ്പോൾ ഏതോ കാലത്ത് ആരോ ചെയ്തതാണ്. ആ ആളുകളൊക്കെ മരിച്ചുപോയി, അവരുടെ അടുത്ത തലമുറയും മരിച്ചുപോയി. ഇതൊന്നും അറിയാത്ത, അവർക്ക് യാതൊരു പങ്കാളിത്തമില്ലാത്ത കുട്ടികളാണിപ്പോൾ മരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സാഹിത്യത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ഇതിൽ നമ്മൾ എങ്ങനെ ഇടപെടും? ഇതാണ് സാഹിത്യം എപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരുന്ന കാര്യം. ഇണപക്ഷികൾ തമ്മിൽ കൊക്കും ചിറകും ഉരുമ്മി തമ്മിൽ സ്വപ്നങ്ങൾ കൈമാറി മുട്ടിച്ചേർന്ന് കരളിൻ ഞരമ്പുകൾ ഒട്ടിച്ചങ്ങനെ മേവുന്ന ഒരു രംഗമാണ് തമസാതീരത്ത് കുളിക്കാൻ പോയ വാത്മീകി മഹർഷി കണ്ടത്. വാത്മീകി നേരത്തെ കാട്ടാളനായിരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ആദി കവി കാട്ടാളനായിരുന്നു. അദ്ദേഹം ആളുകളെ പിടിച്ചു പറിച്ച് ജീവിച്ചിരുന്ന ഒരാളാണ്. ഒരിക്കൽ ഇതുപോലെ ആരോ പിടിച്ചു പറിച്ചപ്പോൾ അവർ ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഞങ്ങളെ പിടിച്ചു പറിക്കുന്നത്? ഞങ്ങൾ പാവപ്പെട്ടവരല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, എൻ്റെ ഭാര്യയും മക്കളെയും പോറ്റാനാണ്. അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവരനുഭവിക്കുമെന്നാണ്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അയാൾ. വീട്ടിൽ പോയി ചോദിച്ചപ്പോൾ എഴുത്തച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചു കൊടുക്കുന്നേ വരൂ. നിങ്ങൾ എന്നെ പിടിച്ചു പറിച്ചിട്ടാണോ കൊട്ടേഷൻ പണി നടത്തിയിട്ടാണോ ഞങ്ങളെ പോറ്റുന്നത് ഞങ്ങൾക്കറിയില്ല. ആ കൊട്ടേഷൻ്റെ ഫലം ഞങ്ങൾക്ക് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഇദ്ദേഹം ആ മരം ഈ മരം എന്നോ ദൈവത്തെ അല്ല സ്മരിച്ചത്. അതാണല്ലോ അത്ഭുതം. മരത്തെയാണ് സ്മരിച്ചത്. മരം ദൈവമാവുകയാണ് ഉണ്ടായത് അല്ലേ? രാമ രാമൻ മരം ആണ്. വാസ്തവത്തിൽ പ്രകൃതിയാണ് ഈശ്വരൻ. ഈ കഥയിലൊക്കെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചത്. നമ്മൾ ദൈവമേ എന്നോ രാമ എന്നല്ല വിളിച്ചത്. മരം രാമ എന്ന് പറഞ്ഞപ്പോൾ രാമ എന്നായതാണ്. അപ്പം മരം, പുഴ, പ്രകൃതിയൊക്കെയാണ് ഈശ്വരനായിട്ട് അയാൾക്ക് വെളിപ്പെട്ടത്. അതിൻ്റെ ഫലമായിട്ട് ആ പ്രകൃതിയിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയതാണ് തന്നെ പൊതിഞ്ഞ പുറ്റ്. ആ വാത്മീകത്തിൽ നിന്ന് പുറത്തു വന്നാണ് വാത്മീകിയായത്. പക്ഷേ ഈ വാത്മീകി കവിയായി കഴിഞ്ഞപ്പോൾ കാട്ടാളൻ്റെ പ്രശ്നം. മറ്റൊരു കാട്ടാളൻ ഈ ഇണപക്ഷികളൊന്നിനെ അമ്പെയ്ത് വീഴ്ത്തി അല്ലേ? ഇയാൾ കാട്ടാളനായിരുന്ന കാലത്ത് അത് ചെയ്തിട്ടുണ്ടാവുമല്ലോ. കാട്ടാളന്മാർ ചെയ്യുന്നൊരു പണിയാണ് അമ്പെയ്ത് വീഴ്ത്തി തിന്നുന്നത്. പക്ഷേ കവിയായി കഴിയുമ്പോൾ ഒരു കാട്ടാളൻ ഒരു പക്ഷിയെ കൊല്ലുന്നത് കാണുമ്പോൾ വ്യസനം തോന്നി, ദുഃഖമുണ്ടായി, ശോകമുണ്ടായി. ആ ശോകത്തിൽ നിന്നാണ് ആദ്യത്തെ ശ്ലോകം ഉണ്ടായത്. ഇപ്പോൾ ശോകമാണിതിന് കാരണം അല്ലേ? അതോ അവനവൻ്റെ ദുഃഖമല്ല, തൻ്റെ ആരുമല്ലാത്ത പക്ഷികളിലൊന്ന് പിടഞ്ഞു വീണപ്പോൾ ഉണ്ടായ ശോകമാണ് കവിതയ്ക്ക് കാരണം എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിന് കാരണം. അപ്പോൾ എന്തു പറഞ്ഞു? മാ നിഷാദ പ്രതിഷ്ഠം ത്വമഗമ ശാശ്വതീ സമ യത് ക്രൗഞ്ച മിഥുനാദേക മവധി കാമമോഹിതം. സത്യം പറഞ്ഞാൽ കാട്ടാളം കേസ് കൊടുത്താൽ കവി തോറ്റുപോകുന്നൊരു കേസാണ് അല്ലേ? കാട്ടാളന്മാരുടെ തൊഴിലാണ് പക്ഷികൾ അമ്പെയ്ത് വീഴ്ത്ത. ഇന്നും കാട്ടാളന്മാരെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭക്ഷണം നിഷേധിക്കാൻ കവിക്ക് അവകാശമൊന്നുമില്ല. അപ്പോൾ തോറ്റുപോകുന്ന കേസ് വാദിക്കാൻ വേണ്ടി ലോകം സൃഷ്ടിച്ചിരിക്കുന്ന ആളുകളുടെ പേരാണ് എഴുത്തുകാർ. തോറ്റുപോകുന്നവരുടെ കേസ് വാദിക്കാൻ വേണ്ടി ലോകം പ്രതിഫലമൊന്നും കിട്ടാത്ത, ഫീസ് കിട്ടാത്ത വക്കീലന്മാരുടെ പണിയാണ് എഴുത്തുകാർ ചെയ്യുന്നത്. അവനവൻ്റെ ദുഃഖം തന്നെ ആയിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ടാണ് രുദിതാനുസാരി കവി. കരച്ചിലിനെ അനുസരിക്കുന്നവനാണ് കവി. ആരുടെയെങ്കിലും കരച്ചിൽ, ഒരു പക്ഷിയുടെ കരച്ചിലാവും, എവിടെയോ ഉള്ള ഒരു മനുഷ്യൻ്റെ കരച്ചിലാവും, ഒരു പൂവിൻ്റെ കരച്ചിൽ കേൾക്കാൻ സാധിക്കും. പൂവിൻ്റെ കരച്ചിൽ കേട്ടിട്ടുണ്ട്. പൂവ് കരയും, അത് നമ്മൾ കേൾക്കുന്നില്ല എന്നേ ഉള്ളൂ.
വീണ് കിടക്കുന്ന ഒരു പൂവിൻ്റെ കരച്ചിലാണ് ആശാൻ കേട്ടത്. ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കടക്കയ്യേനി. ആ വീണ് കിടക്കുന്ന പൂ കരയുന്നുണ്ടായിരുന്നു. നമ്മളത് കേൾക്കുന്നില്ല. നമ്മുടെ കരച്ചിൽ മാത്രമേ കേൾക്കുന്നുള്ളൂ, മറ്റുള്ളവർ അവരുടെ ദുഃഖം കേൾക്കുന്നില്ല. അപ്പോൾ സാഹിത്യം എന്നത് അപരദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കാനാണ്, സ്വദുഃഖത്തിന് പരിഹാരം ഉണ്ടാക്കാനല്ല. സ്വാഭാവികമായ അപരനും ഞാനും ഒന്നാണ്. ഞാൻ തന്നെയാണ് രുദ്രം വാര്യത്ത്, ഞാൻ തന്നെയാണ് സുബൈദ ടീച്ചർ, ഞാൻ തന്നെയാണ് കയ്യുമുത്ത, ഞാൻ തന്നെയാണ് നിർമ്മല ചേച്ചി, ഞാൻ തന്നെയാണ് ലത്തീഫ്, ഞാൻ തന്നെയാണ് ബഷീർ, ഞാൻ തന്നെയാണ് നിങ്ങളെല്ലാവരും എന്ന് തോന്നുമ്പോഴാണ് യഥാർത്ഥ എഴുത്തുണ്ടാവുക. അതുകൊണ്ട് ആർക്ക് വേദനിച്ചാലും കവിക്ക് വേദനിക്കും. കൊല്ലരുതെന്ന് പറയാൻ തന്നെയാണ് കവിത ആദ്യം ഉണ്ടായത്. ലോകത്ത് ഏത് കവിത നോക്കിക്കോളൂ, ഹിംസയ്ക്കെതിരാണ്. ഒരു കവിയും ഹിംസയെ അംഗീകരിച്ചിട്ടില്ല. ഹിംസ എന്ന് പറഞ്ഞാൽ കൊല്ലൽ മാത്രമല്ല, മറ്റൊരാളെ വേദനിപ്പിക്കുന്നത് ഹിംസയാണ്. എന്നാൽ ആരെയും വേദനിപ്പിക്കാത്തൊരു ലോകം ഉണ്ടാക്കാൻ പറ്റുമോ? ഉണ്ടാകണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പൊന്നാനിയിലെ എഴുത്തുകാർ അങ്ങനെ ആഗ്രഹിച്ച ആളുകളാണ്. സുന്ദരികളും സുന്ദരന്മാരും എന്നാണ് ഉറൂബ് ഒരു കൃതിക്ക് പേരിട്ടത്. ഉറൂബ് നോക്കുമ്പോൾ ലോകത്ത് അസുന്ദരന്മാരെയും കണ്ടിട്ടില്ല, അസുന്ദരികളെയും കണ്ടിട്ടില്ല. ലോകത്തുള്ളവർ മുഴുവൻ സുന്ദരന്മാരുമാണ്, സുന്ദരികളുമാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന നിങ്ങളെല്ലാം സുന്ദരികളും സുന്ദരന്മാരുമാണ്. അപ്പം മനുഷ്യനിൽ ഈ ഭേദം കാണാൻ കഴിയുന്നില്ല, വിഭാഗീയത കാണാൻ, സൗന്ദര്യത്തിൻ്റെ പേരിൽ പോലും വിഭാഗീയത കാണാൻ കഴിയുന്നില്ല. പിന്നെ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഗോത്രത്തിൻ്റെയും പേരിൽ വിഭാഗീയത കാണാൻ പറ്റും. ഇപ്പോൾ സാഹിത്യം ഞാൻ പറഞ്ഞു വന്ന് കുറച്ച് വാക്കുകളാണ്. ഒന്ന്, അപരദുഃഖത്തിൽ നിന്നാണ് സാഹിത്യം ഉണ്ടാകുന്നത്. മറ്റ് സാഹിത്യത്തിന് വിഭാഗീയത കാണാൻ സാധിക്കില്ല. സാഹിത്യത്തിൻ്റെ മുമ്പിൽ ഒന്നേ ഉള്ളൂ, ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ എന്നാണ് എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നത്. ഈ ഒന്നായതിനൊക്കെ രണ്ടായി കണ്ടതാണ് ഇണ്ടലിനൊക്കെ കാരണം. ദുഃഖത്തിനൊക്കെ കാരണം എന്താണ്? ഒന്നായ നമ്മളെയൊക്കെ രണ്ടായി കണ്ടത്. ഇപ്പോൾ ഒന്നിച്ചിരിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന സന്തോഷം ഈ ഒന്നായതിൻ്റെ സന്തോഷമാണ്. എവിടുന്നോ വന്ന ആളുകൾ, ഞാനൊരു നിമിത്തമായിരുന്നുള്ളൂ, ഞാനല്ല അതിന് കാരണം, സാഹിത്യമാണ് കാരണം. സാഹിത്യത്തിലുള്ള പ്രേരണ കൊണ്ടല്ലേ നിങ്ങളൊക്കെ വന്നത്. ഇങ്ങനെ ഒന്നായിരിക്കുമ്പോൾ ആ ഇണ്ടൽ